ഗുഡ് മോർണിംഗ്. നമ്മളിവിടുത്തെ മഞ്ഞും തണുപ്പൊന്നും ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. സാധാരണ ഇവിടെ വൃശ്ചികം മകരമാസങ്ങളിലാണ് ഇതുപോലത്തെ കാലാവസ്ഥ ഉണ്ടാകുക. ഇപ്രാവശ്യം കുംഭമാസത്തിലും ഇതാണ് കേട്ടോ കാലാവസ്ഥ എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ മാത്രം ഇതുപോലെ മഞ്ഞായിരിക്കും കേട്ടോ. അന്നേരം രാവിലെ തന്നെ ഇതാ നല്ല തണുപ്പുണ്ട്. അന്നേരം എണീറ്റതും ചോറിന് വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ മോൾ എണീറ്റ് അവിടെ വിളി തുടങ്ങി കേട്ടോ. അന്നേരം നമ്മളെ മുറ്റത്ത് ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്. മഞ്ഞ് മുറ്റത്തേക്ക് അധികം അങ്ങനെ കാണാൻ പറ്റത്തില്ല. മുകളിൽ കയറുമ്പോൾ നല്ല മഞ്ഞുണ്ടാവുക. പിന്നെ ഞാൻ ഈ വോയിസ് ഇടുന്നതേ ഇവിടെ അടുക്കളയിൽ പണിയെടുക്കുന്നതിൻ്റെ കൂടെയാണ് കേട്ടോ വോയിസ് ഇടുന്നത്. പിന്നെ ഇന്നലത്തെ സാമ്പാറിലുകൊണ്ട് രാവിലെ കറി വെക്കേണ്ട, ഉപ്പേരി അടുപ്പത്ത് വെക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഗ്യാസ് അങ്ങോട്ട് തീർന്നു കേട്ടോ. പിന്നത്തെ കാര്യം എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഇടിവെട്ടിയവൻ്റെ തലയിൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ കേട്ടോ. അതാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥ. പിന്നെ നേരെ വന്നു ഉപ്പേരി അടുപ്പത്ത് വെച്ചു. ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദോശക്കല്ല് കുറേ ദിവസമായില്ലോ ദോശ ഇട്ടിട്ട്. അതുകൊണ്ട് ദോശ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും ചൂടുവാണെങ്കിലല്ലേ അതിൽ ദോശ കിട്ടത്തുള്ളൂ. അന്നേരം ഞാൻ എന്താക്കി വേഗം അതിൻ്റെ അകത്ത് 2 മുട്ട എടുത്ത് ഓംലേറ്റ് അടിച്ചു. അന്നേരം പിന്നെ ദോശ ഇട്ടപ്പോൾ വേഗം കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ 8ൻ്റെ പണിയായിട്ട് ഞാൻ ഇരിക്കേണ്ടി വരും. മക്കൾക്ക് സ്കൂളിൽ പോകും നടക്കില്ല. ഗ്യാസ് ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് തീർന്നു കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ രാവിലത്തെ പണികൾക്ക്. നാളെ തൊട്ട് നമുക്കിതൊരു ശീലമായി തീരും. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയണം എങ്ങനെ പോലും ഗ്യാസ് എടുക്കണമെങ്കിൽ. കാരണം ഇവിടെ ആഴ്ചക്ക് ഒരു ദിവസം ഗ്യാസ് വരുള്ളൂ. പിന്നെ നമ്മൾ ഓഫീസിൽ പോയിട്ടൊന്നും എടുക്കലില്ല കേട്ടോ. വരുമ്പം തന്നെ എടുക്കലുള്ളൂ. അതുവരെ ഞാനും എൻ്റെ വിറകടുപ്പുമായിട്ടുള്ള അംഗം ഇവിടെ തുടങ്ങുന്നതാണ്. ഓക്കെ, ബായ്.